ദൈവത്തിൻ്റെ നിസ്തുല്യമായ തിരുനാമത്തിന് മഹത്വം. കർണാടക സ്റ്റേറ്റ് YPയുടെ ഡിസംബർ മാസത്തിലെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ മാസത്തെ പ്രോഗ്രാമുകൾ ഇവിടെ ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർണാടക സ്റ്റേറ്റ് YPയുടെ പ്രോഗ്രാമായി ഈ മാസക്കാലവും ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ദൈവമോടൊന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവമോടൊന്ന് സഹായിക്കണമേ. കർത്താവേ, അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ഇത് ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർണാടക സ്റ്റേറ്റിലുള്ള എല്ലാ സഭകളിലെയും YPയുടെ പ്രവർത്തനങ്ങൾ അനുദിനം മുന്നേറുവാൻ ദൈവമോടൊന്ന് സഹായിക്കണം. വേണ്ടുന്ന എല്ലാ താലന്തുകളും കഴിവുകളും പ്രാപ്തികളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ദൈവമോടൊന്ന് ആദരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം ആദ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആദ്യമായി സോളോ സോങ് സർജാപുര ദൈവസഭയിൽ നിന്ന് പ്രിയ ജോയൽ. Is in you, Lord, my strength. Is in you, Lord, my hope. Is in you, Lord, in you is in you. My life is in you, Lord, my strength. Is in you, Lord, my hope. Is in you, Lord, in you is in you. I will praise you with all of my heart. I will praise you with all of my strength. I will praise you with all of my life, with all of my strength. All of my hope is in you. My life is in you, Lord, my strength is in you, Lord, my hope is in you, Lord, in you is in you. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ ജോയലിനോടും സർജാപുര ദൈവസഭയിലുള്ള YPയുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു ആക്ഷൻ സോങ് ചർച്ച് ഓഫ് ഗോഡ് KRC ദൈവസഭയിൽ നിന്ന് ഏഞ്ചലീന. Jesus loved me. Oh, sing it out now. Oh, set me free. Oh, to everyone. No wonder Jesus loved. Sing love. Sing it absolutely everywhere I go. Sing Jesus loved me. Oh, I'm singing about how He set me free. Oh, I'm bringing it up to everyone. No wonder Jesus loved. Sing love, sing it absolutely everywhere I go. Sing high, sing low, sing it absolutely everywhere I go. Oh, I'm thinking about Jesus loved me. Oh, I'm singing about how He set me free. Oh, I'm bringing it up to everyone. No wonder Jesus loved. No wonder Jesus loved. മനോഹരമായി ആക്ഷൻ സോങ് ചെയ്ത ഏഞ്ചലീനയോടും KRC ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയിലെ YPയുടെ പ്രവർത്തനങ്ങളോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു.
ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് 10 കൽപ്പനകൾ പറയുന്നത് കൊച്ചന്നൂർ എബനേസർ വർഷിപ്പ് സെൻ്ററിൽ നിന്ന് ഗിഫ്റ്റൻ. Praise the Lord. You shall have no gods before the Lord. You shall not make idols and worship it. You shall not use the Lord's name in vain. Remember to keep the Sabbath day holy. Honor your father and your mother. You shall not kill. You shall not commit adultery. You shall not steal. You shall not bear false witness. You shall not covet from your neighbor's goods. പ്രിയ ഗിഫ്റ്റിനോടും കൊച്ചന്നൂർ എബനേസർ വർഷിപ്പ് സെൻ്ററിലെ വൈപ്പിയുടെ പ്രവർത്തനങ്ങളോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. തുടർന്ന് ഒരു സോളോ സോങ്ങിനായി ഹെസർഘട്ട ദൈവസഭയിൽ നിന്ന് പ്രിയ സേറയെ ക്ഷണിക്കുന്നു. പ്രിയ സേറയോടും ഹെസർഘട്ട ദൈവസഭയിലെ പ്രവർത്തനങ്ങളോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. തുടർന്ന് കോരമംഗല ചർച്ച് വൈപ്പി അവതരിപ്പിക്കുന്ന സ്കിറ്റ്. എടി സൂസി, ഞാനിന്ന് പ്രാർത്ഥനയ്ക്കില്ല കേട്ടോ. അതെന്താ? അതെ, ഞാനൊരു ബെൻസ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഷോറൂം വരെ ഒന്ന് പോകണം. ഓ, കൺഗ്രാറ്റ്സ്. അപ്പൊ ചെലവുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ചെയ്യാലോ. പിന്നെ നാളെ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ നീ നിന്റെ ബെൻസ് കാറിൽ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ നമുക്ക് ഒന്നിച്ചു പോവാലോ. അവിടെ ഒരു ബെൻസ് കാർ. എന്ത് ചിഹ്നമെന്ന് പറഞ്ഞേ? അയ്യോ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലേ. അന്ന് ചിഹ്നമേ, അവിടെ 5 പേര് വെള്ളയിട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാരാണ് നമുക്ക് ചോദിച്ചു നോക്കിയാലോ? ശരിയാ കുഞ്ഞമാമേ, നമുക്കെന്തൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ സ്വർഗീയ മണവാളിനെ കാത്തിരിക്കുന്നവരെ മണവാളൻ ഏത് സമയത്തും വരും. അതുകൊണ്ട് ഒരുങ്ങി എന്നാൽ കർത്താവിനോട് കൂടെ പുറപ്പെടണം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളി. അയ്യോ, മണവാട്ടൻ വരുന്നോ? അയ്യോ, നമ്മുടെ കയ്യില് എണ്ണയില്ല, ഒന്നുമില്ല. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അല്ല കൂട്ടുകാരെ, ഞങ്ങളുടെ കയ്യിലെ എണ്ണ തിന്നിട്ട് അല്പ എണ്ണ വായ്പ തരുമോ? നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാൻ വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നിടത്തുള്ള അടുപ്പിൽ പോയി വാങ്ങിക്കൊള്ളു. കുഞ്ഞമാമ ഇതിനോട് ചോദിക്കുന്നു, അപ്പോഴേക്കും ഓർഡർ ചെയ്താൽ പോരാ? അവരെ ആരും കാണാനില്ലല്ലോ. വാ, നമുക്ക് നോക്കാം. അയ്യോ, അവരെല്ലാരും പോയോ? കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണമേ.
ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയും. അയ്യോ കർത്താവേ, അങ്ങനെ പറയരുതേ. ഞങ്ങൾ 7 ദിവസം ഉപവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുത്തു. അങ്ങനെ പറയല്ലേ കർത്താവേ. 5 പേരും കൈവിടപ്പെട്ടു പോയതിനാൽ ദുഃഖിച്ചു നിൽക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഭക്തന്മാരുടെ പ്രത്യാശയാണ് മേഘപ്രതീക്ഷത. ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പ്രത്യാശയിലാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്നിതാ ആ പ്രത്യാശയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ആനുകാലിക സംഭവങ്ങൾ എല്ലാം. യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്നതും യുദ്ധങ്ങളും മാറാരോഗങ്ങളും എല്ലാം കർത്താവിന്റെ വരവിൽ വിളിച്ചറിയിക്കുന്ന ഒതുങ്ങുന്ന സത്യങ്ങളാണ്. ആകയാൽ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ നാളും നാഴികയും നാം അറിയായതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനായി ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ ഒന്നുകൂടെ ഉണർത്തിച്ച മനോഹരമായ സ്കിറ്റ് അവതരിപ്പിച്ച പ്രിയപ്പെട്ടവരോടും മാതൃ സഭയോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. തുടർന്ന് കർണാടക സ്റ്റേറ്റ് വൈപിയുടെ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ കെ ചാക്കോ ദൈവവചനത്തിൽ നിന്ന് ലഘുവായ ഒരു സന്ദേശം നമുക്ക് നൽകും. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. It's really a privilege for me to share the word of God today. Today the sermon I would like to title it as Understanding the Will of God. For this I am going to take few passages from the Bible. That's going to be from Romans chapter 12 verse 1 to 2, and then Ephesians chapter 5 verse 15 to 17, and lastly from Psalms 143 verse 10. The quest to know the will of God is one of the deepest longings in the heart of every believer. Amidst life's crossroads and decisions and uncertainties, we often echo David's prayer, which is in Psalms 143 verse 10. Teach me to do thy will, for thou art my God. John Calvin wrote, there is no worse screen to block out the spirit than confidence in our own intelligence. To know the will of God, therefore, we must surrender our own. We'll quickly go through some of the points where we can clearly see the will of God. First, the will of God is revealed in His Word. God's Word is God's will. Let me repeat it again. It's God's Word is God's will. Paul declares in Romans chapter 12 verse 2, be transformed by reviewing of your mind, that you may provide what is good and acceptable and perfect will of God. Knowing God's will does not begin with mystical experience. It begins with mind renewal through scriptures. Charles Spurgeon once said, when your will is God's will, you will have your will. Oh, what a great quote is that. Let me rephrase it again for you. When your will is God's will, you will have your will. For illustration, let's take an example of a traveler who once traveled through a dense forest with only a compass. Though the forest was thick, the compass needle always pointed north. In the same way, Scripture is the believer's compass, always pointing us towards God's true direction, even when our circumstances are confusing. When you hold on to God's word, the direction of life becomes clear. Secondly, we read the will of God is discerned through surrender. If you read in Romans chapter 12 verse 1, where we see presenting ourselves, Paul urges the believers to present your body as a living sacrifice. The Greek word parathesia means to place beside, symbolizing the deliberate act of laying our lives before God. God's will is not merely discovered, it is discerned through surrender. First we saw God's word is God's will. Now we see God's will is merely not discovered, it is discerned through surrender. A.W. Tozer, who is one of the famous theologians, said, a man or woman who is wholly and choicely surrendered to Christ cannot make a wrong choice. Any choice will be the right one. Let me repeat it again. The man or the woman who is wholly and joyously surrendered to Christ cannot make a wrong choice.
any choice will be a right one. Let's look into an instance of a blank check. A wealthy man once gave his trusted servant a blank check saying, fill it with whatever you need. God's will often comes to those who hand him a blank check of obedience, signing their name at the bottom and letting him fill the rest. When you are fully surrendered, will becomes your peace. Thirdly, when you go there, that the will of God is understood through wisdom. The first is walk carefully, what we read in Ephesians 5, verses 15 to 17. Paul says, do not be unwise, but understand what the will of God is. Wisdom is not merely an intelligence, it's a spiritual sensitivity. J.J. Packer once wrote, wisdom is the power to see and inclination to choose the best and the highest goal. Driving on a highway, you need not stop and ask direction every minute. You simply watch the signs. In the same way, God's places, signs and scriptures, God's counsel, circumstances, and inner conviction to guide his people. God's will is seldom revealed in one dramatic moment. It is seen in a constant daily guidance. You cannot make things in one day. It takes patience, and it's a slow and steady race. That's what it says as constant daily guidance. And the fourth one is the will of God often involves patience and process. God's will unfolds gradually. If you read in Psalms 37 verse 23, it says, steps of good men are ordered by God. God orders our steps, not our jumps. Let me say that again. God orders our steps, not our jumps. John Stott beautifully states this. God's guidance is more intermittent than constant. He guides us step by step because he wants us to trust him, not the route. A tapestry viewed from the back looks like a tangled mess of threads, but the artist sees that fine pattern. We often see only the tangled side of life, but God sees the masterpiece he is viewing. His will is not always obvious in the short term, but always perfect in the end. Last but not the least, the will of God always leads to Christ-likeness. God will make us to more like Jesus. If you read in Romans 8:29, it says that we are destined to conform to the image of his Son. The ultimate will of God is not merely where we go or what we do, but who we become. God is not seeing where we go or what we do. He is seeing whom we become. Dallas Willard emphasized God is not so much concerned with the outcome of your life as he is with the person you become. Whatever leads you closer to Christ is God's will. Let me repeat it. Whatever leads you closer to Christ is God's will. Whatever pulls you away from Christ is not God's will. You see a sculptor as an example. A sculptor was asked how he carved such a beautiful statue of a lion. He replied, I simply removed everything that was not a lion. God's will for us similarly involves removing everything that is not Christ. To conclude, to walk in the will of God is not to live a life of confusion, but a life of clarity, peace, and purpose. The will of God, what we saw above, is found in his word, is then surrender, wisdom, patience, and Christ-likeness. William Barclay wrote, there is no greater glory than to know and to do the will of God. Let us pray like David. Teach me to do thy will, for thou art my God. May the Holy Spirit illuminate our steps, guide our choices, strengthen our obedience, and conform us unto the likeness of Christ. May God bless you with this word. Amen. ദൈവഗീതം സംബന്ധിച്ച് നമുക്ക് നല്ല ആലോചനകൾ നൽകി തന്ന കർത്തദാസനോടുള്ള നന്ദി ഹൃദയംഗമായിട്ട് അറിയിക്കുന്നു. ജെസിക, ആരാധന, ജോയൽ എന്നിവർ അവതരിപ്പിക്കുന്ന ആക്ഷൻ സോങ് സർജാപുര ദൈവസഭയിൽ നിന്ന്.
മനോഹരമായി ആക്ഷൻ സോങ് അവതരിപ്പിച്ച സജാപുരയിലുള്ള പ്രിയ കുഞ്ഞുങ്ങളോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇത്രയും മനോഹരമായ നിലകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കർണാടക സ്റ്റേറ്റ് YPയുടെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളെല്ലാവരും നല്ല നിലകളിൽ പ്രോഗ്രാമുകൾ ചെയ്യുവാനും ഈ പ്രവർത്തനങ്ങളെ ഉത്സാഹിപ്പിക്കുവാനും നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ മാസത്തിലെ പ്രോഗ്രാം നമുക്ക് ഇവിടെ നിർത്താം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഡിസംബർ മാസത്തെ YPയുടെ പ്രോഗ്രാമുകൾ ഇത്രത്തോളം മനോഹരമാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം വീണ്ടും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും ദൈവം മാനിക്കേണ്ടതിനായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർണാടക സ്റ്റേറ്റ് YPയുടെ പ്രവർത്തനങ്ങൾ എല്ലാ നിലയിലും വിശാലപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. സ്റ്റേറ്റിലെ ഓരോ സഭകളിലും നടക്കുന്ന YPയുടെ പ്രവർത്തനങ്ങളും കർത്താവ് മേൽക്കുമേൽ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.